അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തെ ലഞ്ച് എന്താണെന്ന് നോക്കാം. അപ്പോൾ ചോറുണ്ട്, ഇതാ സോയാബീൻ വറുത്തതുണ്ട്, പിന്നെ ഇതാ ഗ്രീൻ പീസ് കറി ഉണ്ട്, രാവിലത്തെ പുട്ടിൻ്റെ കറിയാണ്. പിന്നെ ഉണക്കലുണ്ട് കേട്ടോ. ഉണക്കൽ തലയും മാലയും കൂടിയും കൂട്ടിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ അതാ കാബേജ്, കോവക്ക, ബീൻസ് എല്ലാം കൂടി വെച്ചിട്ട് തോരനുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതട്ടത് ചിക്കൻ കറി, മീൻ കറി നല്ല അത് വഴുതനങ്ങ കറിയാണേ. അതെൻ്റെ ഹസ്ബൻഡ് യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കുന്നതാണ്. ഇത് തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊക്കെ തോന്നുന്നു ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതാ പ്ലേറ്റ് വെച്ചു. ശേഷം ചോറിട്ട് സോയാബീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മീൻ ഉണക്കൽ ഒന്നൊക്കെ കൂട്ടുള്ളൂ, എല്ലാം കൂട്ടില്ല. നമ്മൾ 1-2 വർഷം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് കൂട്ടുന്നതാണ് കേട്ടോ ഉണക്കൽ. നമ്മൾ അങ്ങനെ കൂട്ടലില്ല. പിന്നെ ഇതാ കാബേജ് ഉപ്പേരി ഇട്ടിട്ടുണ്ട്. മെഴുക്ക് വറ്റിക്കും തോരനും എല്ലാത്തിനും ഒരു ഉപ്പേരി മാത്രം കേട്ടോ, നമ്മൾ മലപ്പുറംകാർ പറയുള്ളൂ. അപ്പോൾ ഗ്രീൻ പീസും ഇട്ടിട്ടുണ്ട്. ഇതാ പിന്നെ കറി നല്ല ടേസ്റ്റാണ്, തൈരൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാം പ്ലേറ്റിലൊക്കെ സെറ്റാക്കി. അപ്പോൾ നമ്മളിനി കൂട്ടി നോക്കണമല്ലോ അങ്ങനെ ഉണ്ടെല്ലാം കൂടി തിന്നുമ്പോൾ. അപ്പം ഞാനത് നന്നായിട്ട് കുഴക്കണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എൻ്റെ ടോട്ടുവിനെ കൊടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചപ്പോൾ. ടോട്ടു ചെറിയ മക്കളൊക്കെ എപ്പോഴും ആദ്യം ഫാസ്റ്റാണല്ലോ. ഓനെ ആദ്യമേ കുഴച്ച് ഓൻ്റെ ചോറ് തിന്നിട്ടെ. മൂത്തവൻ അങ്ങനെ നോക്കിയിരിക്കും ഓന് കൊടുക്കാൻ. അപ്പോൾ ഞാൻ നേരെ നന്ദുവിന് കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉച്ചക്കലത്തെ ഫുഡ്. അപ്പോൾ ഓക്കെ.